200 രൂപയ്ക്ക് അടിക്കാം. അല്ല എന്നാ ചെയ്യാൻ, ഒരു കുപ്പി തരത്തില്ല, പിന്നെ നമ്മൾ എന്നാ ചെയ്യും? അല്ല കന്നാസ് തരണം സർക്കാർ 200 രൂപയ്ക്ക്. അന്നാസ് ഇത് തരാമല്ലോ, കുപ്പിയില്ലാതെ തരത്തില്ല, അതെ ജാറിലോ ഇത് തരാമല്ലോ. ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം നിയമം വന്നെന്നും പറഞ്ഞാൽ കന്നാസ് കിട്ടുന്നില്ല. ഇപ്പം 2 ദിവസമായിട്ട് ഇത് ചുമന്നുകൊണ്ട് വന്നാണ് ഇവിടെ പെട്രോൾ മേടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം പുതിയൊരു കന്നാസ് ഇവിടെ കമ്പനി ഇറക്കിയിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷേ ആ കന്നാസ് ഇല്ല. ടൗണിൽ 2 കടകളിൽ പോയി തപ്പി, അവിടെയൊന്നും കന്നാസ് കിട്ടാനില്ല. പെട്രോൾ പമ്പുകളിൽ നിന്നും ഇന്ധനം കന്നാസിലോ കുപ്പിയിലോ നൽകരുത് എന്നൊരു നിർദ്ദേശം എണ്ണ കമ്പനികളുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. സുരക്ഷയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം വന്നിരിക്കുന്നത്. പക്ഷേ ഇത് ചെറുകിട കച്ചവടക്കാരെ സംബന്ധിച്ച് അല്ലെങ്കിൽ വഴിയോരത്ത് കച്ചവടം നടത്തുന്ന ആളുകളെ സംബന്ധിച്ച് വലിയൊരു പണിയായിരിക്കുകയാണ്. ജനറേറ്ററും ചുമന്നുകൊണ്ട് പമ്പുകളിൽ നേരിട്ടെത്തി ഇന്ധനം നിറയ്ക്കേണ്ട അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. കോട്ടയത്ത് നിന്നുള്ളൊരു ദൃശ്യമാണ് ഇപ്പോൾ ഈ കാണുന്നത്. സുരക്ഷയുടെ ഭാഗമായാണ് ഇത്തരത്തിലൊരു പുതിയ നിർദ്ദേശം കമ്പനികൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. പ്രത്യേകം നിഷ്കർഷിച്ചിട്ടുള്ള ജാറുകളിൽ അല്ലെങ്കിൽ കന്നാസുകളിൽ മാത്രമായിരിക്കണം പമ്പുകളിൽ നിന്ന് ഇന്ധനം കൊടുത്തുവിടേണ്ടത് എന്നുള്ളതാണ് നിയമം. പക്ഷേ ഇത്തരം കന്നാസുകൾ, ഇത്തരം ജാറുകൾ എവിടെ ലഭിക്കുമെന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായ മറുപടി പമ്പ് ഉടമകൾക്ക് പോലും ഇല്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. 200 രൂപയ്ക്ക് അടിക്കാം. അല്ല എന്നാ ചെയ്യാൻ, ഒരു കുപ്പി തരത്തില്ല, പിന്നെ നമ്മൾ എന്നാ ചെയ്യും? അല്ല കന്നാസ് തരണം സർക്കാർ. പമ്പുകാർ തരണം, പമ്പുകാരാണ് തരുന്നെന്ന് പറയാം. കന്നാസ് പമ്പുകാർ തരുന്നില്ലല്ലോ. അവിടെ തിരിക്കാം, ഇങ്ങോട്ട് പോട്ടെ, അവിടെ തിരിക്കാം. രൂപയ്ക്ക് അന്നാസ് ഇത് തരാമല്ലോ, കുപ്പിയില്ലാതെ തരത്തില്ല, അതെ ജാറിലോ ഇത് തരാമല്ലോ. 200 രൂപയ്ക്ക് 200 പെട്രോള്. മുമ്പേ കുപ്പിയായിട്ട് വന്നോ, കുപ്പി തരത്തില്ല, പിന്നെ എന്നാ ചെയ്യുന്നത്? അല്ല ജാറിനകത്ത് തരത്തില്ല. ഒരു എണ്ണ കമ്പനികളുടെ പുതിയ നിർദ്ദേശമാണ്. പക്ഷേ ഇത് നമ്മളെ സംബന്ധിച്ചൊരു പണിയായി മാറിയിരിക്കുകയാണ്. പിന്നല്ലാതെ ഞാനൊരു 8-9 വർഷമായിട്ട് ഇവിടെ ജ്യൂസ് കട നടത്തുക. നേരെ തൊട്ട് നമ്മൾ കറണ്ട് ഇല്ല, ഇപ്പം ജനറേറ്ററിലാണ് ഫുള്ള് ഓടുന്നത്. ജ്യൂസ് അടിക്കുന്ന എല്ലാ കാര്യങ്ങളും ജനറേറ്ററിലാണ് ഓടുന്നത്. ഇപ്പം ഇവിടുത്തെ കന്നാസ് തന്നുകൊണ്ടിരുന്നത് നേരത്തെ. ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം നിയമം വന്നെന്നും പറഞ്ഞാൽ കന്നാസ് കിട്ടുന്നില്ല. ഇപ്പം 2 ദിവസമായിട്ട് ഇത് ചുമന്നുകൊണ്ട് വന്നാണ് ഇവിടെ പെട്രോൾ മേടിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല ഓട്ടോറിക്ഷയാണ്, ഒരാൾ ഉണ്ടെങ്കിലേ ഉള്ളൂ നമുക്ക് ഇത് എടുത്തുകൊണ്ട്. എല്ലാവരും ഒന്നും കൂടെ എടുത്തുകൊണ്ട് വരത്തില്ല. ഇപ്പോൾ ഒരു കൂട്ടുകാരുണ്ടായിരുന്നുകൊണ്ട് ഞങ്ങൾ 2 കൂടെ എടുത്തുകൊണ്ട് വന്നു. ഇത് പലപ്പോഴും ഇത് തന്നെ ഇപ്പോൾ അവസ്ഥ വന്നിരിക്കുന്നത്. മുൻപ് കന്നാസിലാണ് ഇന്ധനം വാങ്ങിക്കൊണ്ടിരുന്നത്. നേരത്തെ കന്നാസിൽ വാങ്ങിച്ച് അവിടെ കൊണ്ടൊഴിച്ച് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം പുതിയൊരു കന്നാസ് ഇവിടെ കമ്പനി ഇറക്കിയിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷേ ആ കന്നാസ് ഇല്ല. ടൗണിൽ 2 കടകളിൽ പോയി തപ്പി, അവിടെയൊന്നും കന്നാസ് കിട്ടാനില്ല. സുരക്ഷയുടെ ഭാഗമാണ്. സാധാരണ കുപ്പികളിലും കന്നാസുകളിലും തരില്ല. പ്രത്യേകമുള്ള ഒരു കന്നാസ് ഉണ്ട്, അതിൽ മാത്രമാണ് ഇന്ധനം നൽകാവൂ എന്നുള്ളതാണ് നിയമം, അല്ലേ? അതാണ് ഇവർ എണ്ണ കമ്പനികൾ പറയുന്നത്. പക്ഷെ അത് എവിടെയാണ് കിട്ടുന്നത്? എങ്ങും കിട്ടാനില്ല. അപ്പോൾ എന്നാ ചെയ്യാൻ പറ്റും? ഇത് എടുത്തുകൊണ്ട് ഇന്ന് ഇത് ചുമന്നുകൊണ്ട് വരാൻ പറ്റുമോ? ഡെയിലി 10-300 രൂപയുടെ പെട്രോൾ അടിക്കുന്നതിനകത്ത് എന്നും വന്ന് എടുത്തുകൊണ്ട് വന്ന് അടിക്കേണ്ട അവസ്ഥയാണ് വന്നിരിക്കുന്നത്. ഡെയിലി ഇവിടെ നിന്ന് ഇന്ധനം നിറയ്ക്കുന്നതാണ്. ഡെയിലി ഇവിടെ തന്നെ നിറയ്ക്കുന്നത്. 300 രൂപയുടെ വീതം ഡെയിലി അടിക്കുന്നതാണ്. 300-200 രൂപ ശരാശരി അടിക്കുന്നുണ്ട് ഇവിടെ നിന്ന്. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ നിങ്ങൾ 2 പേര് കൂടി ചുമന്നുകൊണ്ട് വരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു പിടിക്കാൻ ഒരാളില്ലെങ്കിൽ ഓട്ടോറിക്ഷ വിളിച്ച് കൊണ്ടുവരേണ്ട ഒരു അവസ്ഥയാണ്. ഇങ്ങനെ ഒരു ഓട്ടോറിക്ഷ വിളിച്ച് എല്ലാവരും ഇപ്പോൾ ഓട്ടോറിക്ഷക്കാരെല്ലാവരും ഇതൊന്നും കയറ്റിക്കൊണ്ട് വരണമെന്നില്ല. ഇത്രയും ജനറേറ്റർ കയറ്റാണ്ട് എല്ലാവരും ഒന്നും വരത്തൊന്നുമില്ല. ചില വണ്ടിക്കാർ മാത്രമേ വന്ന് കയറ്റുള്ളൂ. അപ്പം പെട്രോൾ തീർന്നു കഴിഞ്ഞാൽ നമ്മുടെ കച്ചവടം അവിടെ നിന്നു. പിന്നെ പെട്രോൾ അടിക്കുന്ന പെട്രോൾ ഉണ്ടല്ലോ അത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. കറണ്ട് ഇല്ലല്ലോ. അപ്പോൾ ഇതല്ല ഓടിക്കൊണ്ടിരിക്കുന്നത്. ജനറേറ്ററിൽ കറണ്ട് ഇല്ല കടയ്ക്ക് നമുക്ക്. ഇപ്പോൾ ജനറേറ്ററെ മാത്രമേ ഓടിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം സംഭവങ്ങളും ജനറേറ്റർ വേണം ഓടണമെങ്കിൽ. മിക്സി ഓടണേലും മോട്ടോർ ഓടണേലും എല്ലാം ജനറേറ്ററല്ല ഓടിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രത്യേക ഒരു കന്നാസിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിലും അത് ഇവിടെ ലഭ്യമായിട്ടില്ല. ഇല്ല, എങ്ങുമില്ല. ടൗണിൽ 2 കടയിൽ പോയി തപ്പി, കിട്ടിയില്ല നമുക്ക് സാധനം. ഇവിടെ പമ്പുകാർ തരുമെന്നൊക്കെ പറയുന്നു. പമ്പിലാണെന്ന് അറിയത്തില്ല, ഇവർക്കും അറിയത്തില്ല ഇതിനെക്കുറിച്ചൊന്നും. എന്നാലും ഇന്ധനം തരില്ല എന്നുള്ളത് അവർ കൃത്യമായി പറയുന്നുണ്ട്, പാലിക്കുന്നുണ്ട്. കുപ്പിക്കകത്ത് ഒരു തരത്തില്ല, കുപ്പിക്കകത്തും ജാറിനകത്തും തരത്തില്ല, സാധാ ജാറിനകത്തും തരത്തില്ല. അപ്പോൾ ഇത് കൊണ്ടുവന്നു, ഇത് ജനറേറ്റർ എടുത്തുകൊണ്ട് വന്നുകൊണ്ട് ഇതിനകത്ത് തന്നു. അല്ലാതെ വേറെ ഇതുവരെ പറയുന്നില്ല. ഇത് കാണുമ്പോൾ ചെറിയ വിഷയമാണെന്ന് തോന്നിയാലും ഇവരെ പോലെയുള്ള ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകളെ ബാധിക്കുന്ന വലിയ വിഷയം തന്നെയാണല്ലേ. ഇതിപ്പോൾ പമ്പിൻ്റെ ഇത്ര അടുത്തായതുകൊണ്ട് ഇത് ഇത്രയും ദൂരം ചുമന്നുകൊണ്ട് വന്നാൽ മതി. അകലെയുള്ള കടക്കാരനായും വേറെ ഒത്തിരി ഇതുപോലെ പെട്രോൾ കുപ്പിക്കകത്ത് മേടിച്ച് ഓരോ പരിപാടി ചെയ്യുന്നവരുണ്ട്. അവരൊക്കെ എന്നായും കന്നാസും ഇല്ല. ഇത് ഇവർ തരണ്ട, ഒരു കന്നാസ് തരണ്ടേ ഇതിന്? എന്തോ കന്നാസ് ഉണ്ടെന്ന് പറയുന്നത്, അത് കിട്ടാനില്ല. പ്രത്യേകിച്ച് മറ്റു പല മെഷീനുകളും ഈ ഇന്ധനം ഡീസലും പെട്രോളും ഉപയോഗിച്ച് വർക്ക് ചെയ്യിക്കുന്ന മറ്റു പല, ഇപ്പോൾ മരം വെട്ടുന്ന വാളുണ്ട്, അല്ലെങ്കിൽ പുല്ല് വെട്ടുന്ന മെഷീനുണ്ട്, അല്ലേ? പുല്ല് വെട്ടുന്ന മെഷീനെ, മരം വെട്ടുന്നത്, പിന്നെ ഈ വെള്ളം അടിക്കുന്നത്, അങ്ങനെ ഒത്തിരി ഓരോരോ സംഭവങ്ങളുണ്ടല്ലോ ഇപ്പോൾ പെട്രോൾ. അതെല്ലാം കുപ്പിക്കകത്ത് അവർ മേടിച്ചോണ്ടിരുന്നത്. ഇനിയിപ്പോൾ എങ്ങനെ മേടിക്കും?
അതെടുത്തുകൊണ്ട് വരണം ആ മെഷീൻ. അല്ലെങ്കിൽ പോലുള്ള ചെറുകിട കടക്കാർ ഈ ജനറേറ്ററുമായി പമ്പിലേക്ക് വരേണ്ട അവസ്ഥയാണ്. പിന്നെ എന്നാ ഈ ഇതുപോലെ ജനറേറ്ററുള്ള കട മിക്ക ഒരുമാതിരിപ്പെട്ടടുത്തുള്ളതല്ല, അതെടുത്തുകൊണ്ട് വന്നിപ്പം അടിക്കേണ്ട അവസ്ഥയാണ് വരുന്നത്. കേൾക്കുമ്പോൾ ചെറിയൊരു പ്രശ്നമാണ് എന്ന് തോന്നുമെങ്കിലും ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളെ നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയമാണ്. സുരക്ഷയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഓരോ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. പക്ഷേ ബദൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയതിന് ശേഷമാകണം ഇത്തരം മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ളത് എന്നാണ് പറയാനുള്ളത്. കോട്ടയത്ത് നിന്നും ക്യാമറമാൻ അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.